വിഷ്ണു എവിടെയാണുള്ളത്? തിരുവനന്തപുരത്തിൻ്റെ ഏത് ഭാഗത്താണുള്ളത്? എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? അവിടുത്തെ വിവരങ്ങൾ കൂടി ഒന്ന് നൽകിയാൽ. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഭണ്ഡാര അടുപ്പിൽ നിന്ന് അഗ്നി പകരാനുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് ഇപ്പോൾ ഇനി കടക്കാൻ പോകുന്നത്. തലസ്ഥാന നഗരത്തിൽ പലയിടത്തും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളയമ്പലത്താണ്. തലസ്ഥാനത്തെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ആ നഗരഭാഗത്തൊക്കെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ ആളുകൾ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൊങ്കാല ഇടാനായി ഒരുപാട് പേര് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞങ്ങളിവിടെ 5:30 എത്തി. 5:30 എത്തി. ഇല്ല ഞങ്ങൾ ഇന്നലെ വന്ന് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. കട്ടയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിരുന്നു. അമ്പലത്തിൽ പോയി ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ അവിടെയൊക്കെ. ഞങ്ങൾ തൊഴുവാൻ പോയി 2 ദിവസം മുമ്പേ പോയി തൊഴുതിച്ച് വന്നായിരുന്നു. ഇപ്പോൾ തലേ ദിവസം മുതൽ തന്നെ വലിയ തയ്യാറെടുപ്പുകളോടെ തന്നെ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഓരോ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇവിടെ ഓരോ വർഷവും പൊങ്കാലയിടാനായിട്ട് കൂടുതൽ പേര് എത്തുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാധാരണ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല, ദേവി അനുഗ്രഹിക്കുന്നുള്ള വിശ്വാസത്തിൽ പൊങ്കാലയിടുന്നു. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ എത്തുന്നുണ്ടോ? ഇല്ല, ഞാൻ കോട്ടയത്തു നിന്നാണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ സന്തോഷമുണ്ട് ഇവിടെ എത്തുമ്പോൾ എല്ലാ വർഷവും? സന്തോഷമുണ്ട്, പ്രത്യേകിച്ചൊരു ഊർജ്ജം ഉണ്ടാവും എല്ലാവർക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഈ ദിവസങ്ങൾ എപ്പോഴാണ് എത്തിയത്? ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. രാവിലെ വന്ന് അടുപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വന്ന് പൊങ്കാലയിടും. അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് പൊങ്കാലയിടാനായിട്ട് എത്തുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷയോടെയും ആഗ്രഹങ്ങൾ സാധിക്കാനുമായാണ് നിരവധി പേര് ഇവിടെ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ദേവിക്ക് ഒരു നിവേദ്യം അർപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം പൊങ്കാല ഇടുന്ന ആളുകളും ഇവിടെ നിരവധിയുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊങ്കാല ഇടാനായി പലയിടങ്ങളിൽ നിന്നും കൂടുതൽ പേര് ഇവിടെ എത്തുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. ഞാൻ ആക്ച്വലി ദുബായിൽ നിന്ന് വരുന്നതാണ്. ഇന്ന് ആദ്യമായിട്ട് വരുന്നതാണ്. കണ്ണൂരാണ്, ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത്. അപ്പോൾ പൊങ്കാലയിടാൻ വന്നപ്പോൾ എങ്ങനെ തോന്നി ഇവിടുത്തെ കാര്യങ്ങൾ? ഭയങ്കര സന്തോഷം, ഭയങ്കര ഞാൻ കൊണ്ടുവന്നതാണ് ഫസ്റ്റ് ടൈം. വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ. അപ്പോൾ ദുബായിൽ നിന്ന് പൊങ്കാലയിടാൻ വേണ്ടി ഒറ്റ ദിവസത്തേക്ക് വന്നതാണ്. ദുബായിൽ നിന്ന് വരെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി പൊങ്കാലയിടാനായി തലസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ്, വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ അമ്പലത്തിൽ പൊങ്കാലയിടാൻ കഴിയാതെ വരുന്നവർ മാത്രമാണ് ഈ തലസ്ഥാന നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും ഉള്ള ഒരു തിരക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത. ഏതായാലും ഭണ്ഡാര അടുപ്പിൽ നിന്നും അഗ്നി പകരും, അതിനുശേഷം ഓരോ അടുപ്പിലേക്കും അഗ്നി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും പൊങ്കാല ഇനി കൂടുതൽ തിരക്ക് അനുഭവപ്പെടും പൊങ്കാലയിലേക്ക്. അത്തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് ഇനി കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വിഷ്ണു കരുണാകരനാണ് വെള്ളയമ്പലത്ത് നിന്നും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നമുക്ക് നൽകിയത്, കേരള വിഷൻ നൽകിയത്. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആറ്റുകാൽ പൊങ്കാല അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിൽ, അതിൻ്റെ പൂർണ്ണ സ്വിങ്ങിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇനി 10:30 ഭണ്ഡാര അടുപ്പിൽ തീ പകരുക, അതിനുശേഷമാണ് 2:30 നിവേദ്യം. അങ്ങനെ ഉള്ള ചടങ്ങുകൾ, ആചാരങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. എന്തായിരുന്നാലും തലസ്ഥാന നഗരിയെ യാഗശാലയാക്കി അതിൻ്റെ ചരിത്ര ഗരിമയും പൊങ്കാലയുടെ മഹിമയും ഒക്കെ പാടിത്തിമർക്കുന്ന രീതിയിൽ തലസ്ഥാനം യാഗശാലയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും കേരള വിഷൻ പ്രതിനിധികൾ നൽകിയത്.